കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മിനി വ്ളോഗാണ്. നമ്മുടെ ക്രിസ്മസൊക്കെ അടുത്തില്ലേ, അപ്പോൾ വീടൊക്കെ ചെറിയ തോതിൽ നമ്മളൊക്കെ എല്ലാ വർഷവും നമ്മൾ ഡെക്കറേറ്റ് ചെയ്യും. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡെക്കറേഷൻ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ണീശ്വരനെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നല്ല പോലെ അലങ്കരിക്കും, എല്ലാ വീടുകളും നന്നായി അലങ്കരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറിയ തോതിലുള്ള അലങ്കാരങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ചെറിയൊരു ക്രിസ്മസ് ട്രീ, ഞങ്ങൾക്ക് വലിയ ട്രീ പുറത്ത് വെക്കണം, പുറത്ത് വെച്ചിട്ടില്ല, സ്കൂൾ അടച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ ചെറിയ ട്രീ മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പം നമ്മുടെ വ്ളോഗ് ആരംഭിക്കല്ലേ. നമുക്ക് ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ തുടങ്ങാം. ഇന്ന് 20-ാം തീയതി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ഈ സ്കൂളിൽ പോക്കും കുട്ടികളുടെ ക്ലാസ്സും ഒക്കെ കാരണം. അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങാനായിട്ട് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറിയ ട്രീ എണ്ണം ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിന്മേ മാല ബൾബൊക്കെ ഇട്ടിട്ട് സെറ്റാക്കണം. അപ്പോൾ നമുക്ക് മാല ബൾബ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. കുറേ മാല ബൾബ് ഉണ്ട് ഇവിടെ, പക്ഷേ ഈ ചെറിയ ട്രീമിലേക്ക് ചെറിയതായിട്ട് ഒരെണ്ണം മതിയല്ലോ. അപ്പോൾ അതിന് കത്തുണ്ടോ ഇല്ലയെന്നൊക്കെ ഒന്ന് നോക്കട്ടെ. മാല ബൾബ് അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ നമുക്കത് ട്രീയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കുഞ്ഞ് ട്രീമിലത്തെ എല്ലാ ലൈറ്റും കത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള അലങ്കാര പണികളൊക്കെ ചെയ്യാം. ഇപ്പം നമ്മുടെ സാക്ഷാൽ ആളിനെ ഇവിടെ വെച്ചിട്ടുണ്ട്, നമ്മുടെ സാന്റാക്ലോസിനെ കേട്ടോ. ഇനി നമുക്ക് ക്രിസ്മസിൻ്റെ കുറച്ച് അലങ്കാര പണികൾ കൂടി ചെയ്ത് വയ്ക്കാം. ഇപ്പം നമ്മളിവിടെ ഒരു റെയിൻഡിയറിനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതുമ്മ കുറച്ച് അലങ്കാര പണികൾ തീർത്ത് വയ്ക്കാനുണ്ട്. കുറച്ച് ഹാങ്ങിങ്സൊക്കെ തൂക്കിയിടണം. ക്രിസ്മസിൻ്റെ ഒരു പ്രത്യേക വൈബ് അപ്പോഴാണ് റെഡിയാവുക. അപ്പം നമ്മുടെ കുഞ്ഞ് ട്രീ ആട്ടാ, അതൊരുവിധം റെഡി ആയിട്ടുണ്ട്. ക്രിസ്മസ് പപ്പേനെ വെച്ചു, റെയിൻഡിയറിനെ വെച്ചു, കുറച്ച് ഗിഫ്റ്റ് പോലെ ആക്കിയിട്ടുള്ളത് അത് ട്രീയിൽ തൂക്കണത് തന്നെയാണ് കേട്ടോ. അത് ഞാനിവിടെ ഇറക്കി താഴെ വെച്ചു എന്നുള്ളൂ. പിന്നെ ഇത് കുഞ്ഞ് ട്രീ ആയ കാരണം ഒരുപാട് ഡെക്കറേഷൻസ് നമുക്ക് ആവശ്യമില്ലല്ലോ. അപ്പോൾ കുഞ്ഞ് സാധനങ്ങളൊക്കെ ഇതുമ്പോൾ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു ട്രീ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇനി നമ്മൾ കുറച്ചുകൂടി സാധനങ്ങൾ ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ക്യാൻഡിൽസ്, അതുപോലെ തന്നെ 25-ാം തീയതി ആകുമ്പോൾ നമ്മൾ ഉണ്ണീശോനെ ഇൻഫൻറ്റ് ജീസസിനെ വെക്കും ഇവിടെ. ഇപ്പം നമ്മുടെ ഇവിടെ 2 ക്യാൻഡിൽസ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ ക്യാൻഡിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോളുണ്ടാക്കിയതാണ് കേട്ടോ. അത് നല്ല അടിപൊളി ക്യാൻഡിൽസാണ്. ഞാൻ കുറേ ക്യാൻഡിൽസ് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഞാനിത് കഴിയുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ട്രീയുടെ ഒരു വ്യൂ ആണത്. ഞാൻ ലൈറ്റ് ഓഫാക്കിയതിന് ശേഷം ഇത് കാണിച്ചു തരാം. ലൈറ്റ് ഓഫാക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല രസമായിട്ട് കാണുന്നുണ്ട്. മൾട്ടി കളർ മാല ബൾബാണ് യൂസ് ചെയ്തേക്കണേ. ഒരു ക്രിസ്മസ് പപ്പേനെ തന്നെ നമ്മൾ ആദ്യം തന്നെ ആ ചെടിയുടെ ഇതുമ്മേ തൂക്കിയിട്ടിട്ടുണ്ട്. ഫ്രണ്ട് ഡോറുമേ നമ്മളൊരു ക്രിസ്മസ് സോക്സ് തൂക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ടീപ്പോയ്മേ വുഡൻ്റെ ഒരു സംഭവം വെച്ചിട്ട് അതിൽ 2 ക്യാൻഡിലും കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡൈനിങ് ടേബിളിൽ റെഡ് റണ്ണറാണ് വെച്ചേക്കണേ. വൈറ്റ് ഷീറ്റാണ് ഇട്ടിരിക്കണേ. അപ്പോൾ അതുകൊണ്ട് റെഡ് റണ്ണർ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ അവിടെയും ഒരു ക്യാൻഡിൽ വൈറ്റ്, ഗ്രീൻ, ഒരു ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിലുള്ള ക്യാൻഡിൽ, അതുപോലെ ഒരു ക്രിസ്മസ് പപ്പയുടെ ക്യാൻഡിൽ, പിന്നെ കുറച്ച് ആർട്ടിഫിഷ്യലായിട്ടുള്ള ലീഫും മേപ്പിൾ ലീവ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഈ കാക്ടസിൻ്റെ പോലത്തെ സംഭവങ്ങൾ, സക്കലൻറ്റുകളൊക്കെ ഇല്ലേ, അതുപോലത്തെ സംഭവങ്ങളും നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ക്രിസ്മസിന് വേണ്ടി നമ്മൾ റൂംസൊക്കെ സെറ്റ് ചെയ്തു. ഇത് നമ്മുടെ ലിവിങ് റൂമാണ്. പഴയ സെറ്റുകൾ തന്നെയാണ്, പുതിയ കവറിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നേരത്തെ നമ്മൾ കാണിച്ചില്ലേ, ആ സംഭവം തന്നെയാണ്. ഇപ്പോൾ ക്രിസ്മസ് അല്ലേ, ക്രിസ്മസ് പപ്പയുടെ തീമായി. അപ്പോൾ കുഷ്യൻ കവറുകൾ 3 വലിയ കുഷ്യൻ കവറുകൾ ക്രിസ്മസ് പപ്പേരെ മേടിച്ചു.
ബാക്കിയൊക്കെ പിന്നെ ഇവിടെ ഉണ്ടായിരുന്നത് തന്നെയാണ്. അതൊന്ന് കഴുകി അയൺ ചെയ്തില്ല, നല്ലപോലെ മടക്കി വെച്ചു. എല്ലാം കൂടി അങ്ങനെ റെഡിയാക്കി. നമ്മൾ ഫ്രണ്ട് ഡോറിൻ്റെ ചവിട്ടിയും ക്രിസ്മസ് തീമിലേക്ക് തന്നെ ഇട്ടു കേട്ടോ. ഫ്രണ്ട് റൂമിലേക്ക് കയറുമ്പോൾ, നമ്മുടെ ലിവിങ് റൂമിലേക്ക് കയറുമ്പോഴത്തെ ചവിട്ടിയാണത് കേട്ടോ. അപ്പോൾ ചവിട്ടി നമ്മൾ ക്രിസ്മസ് തീമിലേക്ക് തന്നെ വാങ്ങിച്ചു. ഇനി റൂമിൻ്റെ ഓവറോളായിട്ടുള്ളതൊന്ന് കാണിക്കാം. ഇത് നമ്മുടെ ദിവാൻ കോട്ടാണ്. ദിവാൻ കോട്ടുമ്പോൾ വൈറ്റ് ഒരു കുഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ സോഫയിൽ ഒരു ക്രിസ്മസ് പപ്പയുടെ വലിയ കുഷനും 4 ചെറിയ വൈറ്റ് കുഷനും പിന്നെ 2 സിംഗിൾ സെറ്റിയാണ്. അതിൽ ഓരോ കുഷൻ നമ്മുടെ ക്രിസ്മസ് പപ്പയുടെ കൊടുത്തിട്ടിരിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ലൈറ്റ് ഷെയ്ഡിലുള്ള സെറ്റിയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഡാർക്ക് ഓരോ ക്രിസ്മസ് പപ്പയുടെ വലിയ കുഷൻ മാത്രമേ വെച്ചിട്ടുള്ളൂ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇരിക്കാനുള്ള സ്പേസ് പോവില്ലേ. പിന്നെ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ ടീപ്പോയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ദിവാൻ കോട്ടിൻ്റെയും വിഷനാണിത്. ഇപ്പോൾ നമ്മുടെ ബെഡ്റൂമിലും നമ്മൾ ക്രിസ്മസിൻ്റെ തീം ഒരുക്കിയിട്ടുണ്ട്. നല്ലൊരു ബെഡ്ഷീറ്റും. ഇപ്പം നമ്മൾ പറ്റാവുന്ന പോലെയൊക്കെ ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് റൂമൊക്കെ. അപ്പോൾ റൂമിൽ കാര്യമായിട്ടുള്ള ഡെക്കറേഷൻ ബെഡ്റൂമിലൊന്നും ഇല്ല. അതുപോലെ ബെഡ്ഷീറ്റ് ഒരു ക്രിസ്മസ് തീമിലുള്ള വൈറ്റും റെഡും വരുന്ന ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. അത്ര തന്നെ ഉള്ളൂ. പിന്നെ നമുക്കിപ്പോൾ മറ്റുള്ള റൂമുകളിലെ ചെറിയ ചെറിയ ഡെക്കറേഷൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഈ അലങ്കാരപ്പണികളൊക്കെ ചെയ്ത് കഴിയുന്നതോട് കൂടിയിട്ട് പുറത്ത് കരോൾ വരുന്നതിൻ്റെ സൗണ്ട് കേട്ടു. അപ്പോൾ വേഗം തന്നെ ഈ ക്രിസ്മസ് ട്രീയിലത്തെ ലൈറ്റൊക്കെ ഇട്ട് വെച്ചു നമ്മൾ. ഇതാണ് ഇതിലത്തെ മെയിൻ അട്രാക്ഷൻ. അപ്പോൾ പുറത്തുനിന്ന് കരോൾ ഉണ്ണീശോനൊക്കെ ആയിട്ട് അവർ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അവിടുത്തെ കുട്ടിയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക. എന്നിട്ട് നമ്മുടെ വീടിൻ്റെ പ്രാർത്ഥന സ്ഥലത്ത് വെച്ചിട്ട് കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് അവർ അത് നമ്മുടെ വീട്ടിലത്തെ ഒരാൾ അത് തിരിച്ച് മറ്റേ വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കണം. അങ്ങനെയാണ് അതിൻ്റെ പരിപാടി. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ണീശോ വന്ന് കിടക്കുന്നതാണിത്. ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും നേർച്ചയിട്ട് ഉണ്ണീശോന് തൊട്ടുമുത്തി ക്രിസ്മസ് പപ്പ വന്നു. ഞങ്ങൾക്ക് പള്ളിയിലത്തെ കേക്കൊക്കെ കിട്ടി. കേക്ക് നല്ല കേക്കായിരുന്നു. നല്ല റിച്ച് പ്ലം കേക്കാണ്. വൈൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ക്രിസ്മസിന് മുമ്പ് തന്നെ അത് കട്ട് ചെയ്യും. ക്രിസ്മസിന് നമ്മളെന്തായാലും ക്രീം കേക്ക് വാങ്ങുമല്ലോ. അപ്പോൾ ഇതാണ് കേക്ക് നല്ല കുഴപ്പമില്ലാത്ത കേക്ക് തന്നെയാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും അത് പള്ളിയിൽ നിന്ന് കൊടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ പള്ളിയിൽ നിന്ന് നമ്മൾ ചെറിയതായിട്ട് പൈസ കളക്ട് ചെയ്തിട്ട് തന്നെ കൊടുക്കണം കേട്ടോ, ഫ്രീ ആയിട്ടല്ല. പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മോനാണ് ഈശോനെ അപ്പുറത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതാണ് വണ്ടിയുടെ പിന്നാലെ ഈശോയും കൊണ്ട് തൊട്ടടുത്ത വീട്ടിലേക്ക് നമ്മൾ പോകുമെന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ യൂണിറ്റിലത്തെ എല്ലാ ആൾക്കാരും കൂടി ഉണ്ടാവും അവിടെ. അതുപോലെ ഞങ്ങളൊക്കെയുള്ള സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു ഉഗ്രം വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരാം. ഓക്കെ.